ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ? ഞാനിവിടെ കുഴപ്പമില്ലാതിരിക്കുന്നത് കേട്ടോ. അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു കേട്ടോ. അന്നേരം എല്ലാ സർവ്വ ഐശ്വര്യങ്ങളും എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഉണ്ടാകട്ടെ. പിന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ഈ വർഷം സഫലമാകട്ടെ കേട്ടോ. യൂട്യൂബ് റീച്ച് ആകാത്തവരും അതുപോലെ യൂട്യൂബിൽ നിന്നും പൈസ കിട്ടാത്തവരും ഒക്കെ ഇപ്പോഴും നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലേ. അന്നേരം നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ വർഷം അവർക്ക് പൈസ കിട്ടാനും അവരുടെ യൂട്യൂബ് ചാനലൊക്കെ റീച്ച് ആകാനും ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. അന്നേരം എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 3 വർഷമായി. ഈ 3 വർഷക്കാലം എൻ്റെ കൂടെ നിന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി ഞാൻ ഈ പുതുവത്സരത്തിൽ നേരുകയാണ് കേട്ടോ. കാരണം അന്ന് മുതൽ ഇന്ന് വരെ നമ്മുടെ കൂടെ നിന്നവരുമുണ്ട്, നമ്മളെ ഇട്ടിട്ട് പോയവരുമുണ്ട് കേട്ടോ. ഒരു സുപ്രഭാതത്തിൽ നമ്മളെ ഇട്ടിട്ട് പോയവർക്ക് എന്താ പറയേണ്ടത്, നമ്മളെ ഒരുപാട് വേദനിപ്പിച്ചിട്ട് നമ്മളെ ഒരു നിമിഷം കൊണ്ട് നമ്മുടെ കൂടെ നിന്നിട്ട് നമ്മളെ മറന്നവരുണ്ട് കേട്ടോ. അവരോടൊന്നും എനിക്ക് ഒരു പരിഭവവും ഇല്ല, പരാതിയില്ല. കാരണം ഇന്ന് സ്നേഹം മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും അവരൊന്നും പോകില്ല. കാരണം നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച സുഹൃത്തുക്കളാണെങ്കിൽ ഒരിക്കലും നമുക്ക് അവരെ മറക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ അവർ ബ്ലോക്ക് ചെയ്തേക്കാം അല്ലേ. എന്നാലും നമ്മുടെ മനസ്സിൽ നിന്ന് അവരൊരിക്കലും മായത്തില്ല. കാരണം അതുപോലെ നമ്മൾ അവരെ സ്നേഹിച്ചതല്ലേ. അതുകൊണ്ട് എൻ്റെ എല്ലാ കൂട്ടുകാരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങളുടെ സ്നേഹം ഒരിക്കലും കള്ളമാകരുത് കേട്ടോ. കാരണം നമ്മുടെ കൂട്ടുകാരെ ഒരിക്കലും മറക്കരുത്. കാരണം പ്രത്യേകിച്ച് യൂട്യൂബിൽ വന്നു കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന സുഹൃത്തുക്കളെന്ന് പറഞ്ഞാൽ ഒരു അമൂല്യ നിധി തന്നെയാണല്ലേ. കാരണം അവരുടെ സ്നേഹം ആണ് നമ്മളെ ഇവിടെ വരെ എത്തിച്ചിരിക്കുന്നത്. കാരണം ഒന്നുമില്ലാത്ത നമ്മൾ ഈ ഒരു ചാനൽ തുടങ്ങി ഒരു സബ്സ്ക്രൈബറിൽ നിന്നാണ് നമ്മൾ ഇവിടെ വരെ എത്തിയതില്ലേ. അന്നേരം നമ്മൾ കഴിഞ്ഞതൊന്നും മറക്കരുത് കേട്ടോ. എനിക്കതേ പറയാനുള്ളൂ. കാരണം നമ്മുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടും സ്നേഹവും കൊണ്ടാണ് നമ്മൾ ഇവിടെ വരെ എത്തിയത്. എനിക്കിപ്പം വലിയ ചെറിയ വ്യൂസൊന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങൾ ഓരോരുത്തരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഞാനിപ്പോഴും ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് കേട്ടോ. അപ്പം എൻ്റെ കൂട്ടുകാർ വൈരാഗ്യവും വിദ്വേഷവും ഒന്നും മനസ്സിൽ കൊണ്ട് നടക്കരുത്. നമുക്ക് ഈ 2024 നമുക്ക് ഒരുപാട് വേദനകളും ദുഃഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ തന്നിട്ടുണ്ടല്ലേ. അന്നേരം 2025 നമുക്ക് നല്ലൊരു വർഷം ആകട്ടെ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. അന്നേരം കുറേ ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട്, ഒരു 10-11 ദിവസമായി അല്ലേ. അന്നേരം ഒരുപാട് കൂട്ടുകാരെനിക്ക് മെസ്സേജ് ഇട്ട് ചോദിക്കുന്നുണ്ട് എന്താ ബീന വീഡിയോ ഇടാത്തതെന്ന്. അപ്പം കുറച്ച് ടെൻഷനും കാര്യങ്ങളും ഒക്കെ എനിക്കുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാഞ്ഞത്. നമ്മുടെ ഐഷ പിന്നെ ഷിജു ചേച്ചി ഒക്കെ ക്രിസ്മസ് വിഭവങ്ങൾ ഇടണമെന്ന് പറഞ്ഞൊക്കെ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ വീഡിയോ ഒക്കെ എടുത്തു വെച്ചതാണ്, എനിക്ക് ഇടാൻ പറ്റിയില്ല. കാരണം കുറച്ച് ഞാൻ പറഞ്ഞില്ലേ ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. നമുക്കെല്ലാം വന്ന് നമുക്ക് യൂട്യൂബിൽ പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഇടാഞ്ഞത്. എൻ്റെ കൂട്ടുകാരൊന്നും പിണങ്ങരുത് കേട്ടോ. അന്നേരം എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോ അല്ല കേട്ടോ. കുറച്ച് ദിവസം മുന്നേ ഞാൻ എടുത്തു വെച്ചിരുന്ന ഒരു വീഡിയോ ആണ്. അന്നേരം പിന്നെ കുറേ ദിവസമായില്ലേ വീഡിയോ ഒക്കെ ഇട്ടിട്ട്, അതുകൊണ്ട് ഞാൻ ഇന്ന് 1-ാം തീയതി ആയതുകൊണ്ട് വീഡിയോ അങ്ങ് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അന്നേരം എൻ്റെ കൂട്ടുകാരെല്ലാം വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് വെക്കുന്നത് ചേമ്പ് കറിയാണ്. ചേമ്പ് കറിയും കിളിമീൻ കറിയുമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അന്നേരം ഇന്ന് രാവിലെ ന്യൂ ഇയർ ആയിട്ട് രാവിലെ പള്ളിയിലൊക്കെ പോയിട്ട് വന്ന് പിന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കുന്നത് ഇന്നാണെന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ തൻ്റെ ചേമ്പും പിന്നെ കുറച്ച് സവാളയും പച്ചമുളകും ഒക്കെ അരിഞ്ഞൊന്ന് വേകാനായിട്ട് വെച്ചിട്ടുണ്ട്. അന്നേരം അതൊന്ന് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങയൊന്ന് അരച്ച് ചേർക്കണം കേട്ടോ. കുറേ ദിവസമായിട്ട് വീഡിയോ ഇടാഞ്ഞത് കൊണ്ട് ഭയങ്കര തപ്പലാണ് കേട്ടോ, വോയിസ് ഇടാൻ പറ്റുന്നില്ല. ചേമ്പൊക്കെ ചിരണ്ടി ഞാൻ കഴുകി അടുപ്പിലോട്ട് വെച്ചപ്പോൾ അതിനകത്ത് ഒരു കറ പോലെ കണ്ട് വീണ്ടും ഞാനത് കഴുകാനായിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. അന്നേരം നമുക്ക് ചേമ്പ് ചിരണ്ടി കഴിയുമ്പോൾ ഇങ്ങനെ ഇത് കാണുമല്ലോ, കറ കാണുമല്ലോ. അന്നേരം ഞാൻ ശരിക്കും വീണ്ടും കഴുകി അതൊന്ന് വേകാനായിട്ട് ഗ്യാസിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. അന്നേരം രാവിലെ തന്നെ നമ്മൾ ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാവിലത്തെ കാപ്പിപ്പൊടിയൊക്കെ എടുത്തിട്ടൊന്നുമില്ല, എല്ലാം കൂടെ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഇന്നത്തെ വീഡിയോ അല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുറച്ച് ദിവസം മുന്നേ എടുത്ത് വെച്ചൊരു വീഡിയോ ആയിരുന്നു കേട്ടോ.
അപ്പം ചേമ്പും ഇതുമൊക്കെ അരിഞ്ഞ് അടുപ്പിലോട്ട് വെച്ചു. ഇതിനകത്തേക്ക് നമ്മൾ മോര് ഒഴിച്ച് പിന്നെ തേങ്ങയുടെ അരച്ച് ചേർത്താണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ നമുക്കിന്ന് കിളിമീനാണ് കറി വയ്ക്കുന്നത്. അപ്പം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വേകാനായിട്ട് വെക്കുകയാണ് കേട്ടോ. അതിനകത്തേക്ക് ഒരു ശകലം മുളക് പൊടിയോട് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരുപാട് വേണ്ട. ഇനി ഈ ചേമ്പൊന്ന് നല്ലവണ്ണം വെന്ത് വരട്ടെ കേട്ടോ. അപ്പം എൻ്റെ കൂട്ടുകാരുടെ വിശേഷങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ. ഒത്തിരി ദിവസമായി നിങ്ങളുടെ വിശേഷങ്ങൾ ഒക്കെ അറിഞ്ഞിട്ട്. അതുപോലെ തന്നെ നിങ്ങളുടെയൊക്കെ വീഡിയോയും ഞാൻ കുറേ ദിവസങ്ങളായി കണ്ടിട്ടില്ലേ. അപ്പോൾ എനിക്ക് ചെറിയ പനിയും കാര്യങ്ങളും ഒക്കെ വീണ്ടും വന്നു കേട്ടോ. ഞങ്ങൾക്ക് പിള്ളേർക്കും എനിക്കും ഒക്കെ പനിയായിരുന്നു. അതുകൊണ്ട് പിന്നെ മൊബൈലൊന്നും ഒരുപാട് യൂസ് ചെയ്തില്ല, തലവേദനയും ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ്. അന്നേരം ഞാൻ പെതുക്കെ നിങ്ങളുടെ വീഡിയോ ഒക്കെ കണ്ടോളാം. അപ്പം തന്നെ നമ്മുടെ ഇതിനുള്ള അരപ്പിനുള്ള കാന്താരിയാണ് നമ്മൾ ആദ്യം പറിച്ചുകൊണ്ട് വന്നത് കേട്ടോ. കാന്താരിയും പിന്നെ കുറച്ച് നല്ല ജീരകവും കൂടെ വെളുത്തുള്ളിയും കൂടെ അരച്ചെടുക്കണം കേട്ടോ ഇതിന് വേണ്ടി, ചേമ്പ് കറി വെക്കാൻ വേണ്ടി. അന്നേരം നമ്മൾ ഇതിനകത്തേക്കാണ് തൈര് ഒഴിച്ച് കൊടുക്കുന്നത്. ഈ അരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഇതിനകത്തേക്ക് വെള്ളം ഒഴിക്കാതെ തൈരങ്ങ് ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മുടെ ചേമ്പൊക്കെ നല്ലവണ്ണം തണ്ട് വെന്ത് അങ്ങനെ ഒരുപാടങ്ങ് വെന്തുടയേണ്ട, ഒരു കടിക്കാൻ പരുവത്തിലുള്ള വേവായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം നമുക്ക് അരപ്പ് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാമേ. അന്നേരം ഈ ചേമ്പ് കറി ഇഷ്ടമുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ചാറ് കറിക്കല്ലേ. അന്നേരം ഈ ചാറ് കറിയുടെ കൂടെ ഒരു മുളകിട്ട മീൻ കറി കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറാണല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അന്നേരം കുറേ നാളായി നമ്മൾ ഈ ചേമ്പ് കറി വെച്ചിട്ട് കേട്ടോ. അന്നേരം ഞാൻ അതിനകത്തേക്ക് അരപ്പൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് തിളയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഒന്ന് ചൂടായി വരുമ്പോഴത്തേന് ഇതിനകത്തേക്ക് കടുകൂടെ തളിച്ച് കൊടുക്കണം കേട്ടോ. ഒത്തിരി അങ്ങ് തിളയ്ക്കേണ്ട കാര്യമില്ല, കാരണം നമ്മൾ തൈരൊക്കെ ഒഴിച്ചിരിക്കുന്നതല്ലേ. അന്നേരം ഞാൻ അതിനകത്തേക്ക് ഒരു ശകലം വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ജാറ് കഴുകി ഒരുപാട് നീട്ടിയല്ല ഒരുപാട് കുറുക്കിയല്ല എടുത്തിരിക്കുന്നത് കേട്ടോ. അന്നേരം ഒഴിച്ച് കൊടുത്തു. പിന്നെ നമ്മളൊന്ന് നല്ലവണ്ണം ഇളക്കി ഒന്ന് ചൂടാക്കി. ഉപ്പ് ഞാൻ ഇപ്പോഴാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. നേരത്തെ ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു. ഞാൻ ഉപ്പിട്ടിട്ട് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലേ. ഉപ്പ് ഇട്ടത് ഇപ്പോഴാണ് കേട്ടോ. നല്ലവണ്ണം ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്കിനി താളിച്ച് കൊടുക്കാം. കടുകും പിന്നെ മുളക് എൻ്റെ കയ്യിലില്ല. ഇതിനൊക്കെ വറ്റൽമുളക് കൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഒരു ടേസ്റ്റാണ്. എൻ്റെ കയ്യിൽ വറ്റൽമുളക് തീർന്നു പോയി കേട്ടോ. അന്നേരം ഞാൻ പിന്നെ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കടുക് കൂടി ഇട്ട് മൂപ്പിച്ചിട്ട് നമ്മുടെ കറിക്കകത്തോട്ട് താളിച്ചൊഴിക്കുകയാണ് കേട്ടോ. അന്നേരം എൻ്റെ പാട്ട തുറക്കാൻ വയ്യായിരുന്നു. നമ്മുടെ ഈ കടുകിൻ്റെ പാത്രം അത് ഞാൻ ആ തുണി ഇട്ടൊന്ന് പിടിച്ച് തുറന്നതാണ് കേട്ടോ. ചിലപ്പോൾ നമ്മൾ ഈ പാത്രമൊക്കെ അടച്ച് വെക്കും ടൈറ്റായിട്ട്, പിന്നെ അത് തുറക്കാൻ പ്രയാസമാണ്. അന്നേരം നമ്മുടെ നൈറ്റി ഇട്ട് തന്നെ നമ്മളതൊന്ന് പിടിച്ച് തുറക്കുകയാണ്. അപ്പം തന്നെ കടുകൊക്കെ താളിക്കാനായിട്ട് കടുകൊക്കെ പൊട്ടി വന്നപ്പം ഉള്ളി പിന്നെ കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നല്ലവണ്ണം മൂത്തിട്ട് നമുക്ക് ആ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അടിപൊളി ടേസ്റ്റാണ് ഈ ചാറ് കറിക്ക് കേട്ടോ. അങ്ങനെ നമ്മുടെ ചേമ്പ് മോരൊഴിച്ച ചാറുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ മീനൊക്കെ ഞാൻ തന്നെ ഇവിടെ ക്ലീൻ ചെയ്ത് കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം കിളിമീനൊക്കെ വെട്ടാൻ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പോൾ ഇത് വറക്കാനാണ് നല്ലത്. പക്ഷേ ഞാനിത് ചാറ് കറി വെക്കുകയാണ് കേട്ടോ. നമ്മുടെ ഈ തേങ്ങ അരച്ച കറിയുടെ കൂടെ ഒരു മുളക് ചാറ് കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറാണ് ഇല്ലേ. അതിനെ കുറച്ച് ഞാൻ ഫ്രൈ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ പച്ച കുരുമുളക് അരച്ചാണ് നമ്മളിന്ന് ചാറ് വെക്കുന്നത് കേട്ടോ, മുളക് വെക്കുന്നത്. അന്നേരം ഞാൻ ആദ്യം എണ്ണയൊക്കെ ഒഴിച്ചു, പിന്നെ കടുവൊക്കെ പൊട്ടിച്ചിട്ട്. മീൻകറി വെക്കാനൊക്കെ എല്ലാ കൂട്ടുകാർക്കും അറിയാവുന്നതാണ് അല്ലേ. അന്നേരം പിന്നെ നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു പ്രയോജനം ആയിക്കോട്ടെ എന്ന് കരുതിയാണ്. അതുപോലെ തന്നെ നമ്മുടെ നാടൻ വീട്ടുകാര്യങ്ങൾ കാണിക്കുമ്പം എല്ലാ വീട്ടിലും ഒരു മീൻകറി കാണുമില്ലേ. അന്നേരം ഡേ മൈ ലൈഫിനകത്തൊക്കെ എപ്പോഴും ഒരു മീൻകറി അല്ലേ, മോര്, തോരൻ, ഇതൊക്കെ തന്നെയാണ്. നമ്മുടെ വീട്ടുകാര്യങ്ങൾ കാണിക്കുമ്പോഴും അതിനകത്ത് ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പം വേണ്ടി ഞാൻ വറക്കാനായിട്ട് കുറച്ചെടുത്ത് മാറ്റി വയ്ക്കുകയാണ്. ഒരു ഈ കിളിമീൻ ഫ്രൈ ഇവിടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അന്നേരം ഒരുപാട് വലുതൊന്നുമല്ല, ഇത് ചെറിയ കിളിമീനാണ്. കടുക് പൊട്ടി വന്നപ്പം ചെറിയുള്ളി, ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം നല്ലവണ്ണം ഒന്ന് ഇട്ട് കൊടുത്ത്
കുറച്ചേറെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഉള്ളിയൊക്കെ ഈ കിളിമീൻ കുറച്ചേ ഉള്ളല്ലോ, അന്നേരം നമുക്ക് ചെറിയുള്ളിയൊക്കെ ഇഷ്ടംപോലെ ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ചേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അന്നേരം ഈ സമയത്ത് മുളക് പൊടി നോക്കിയപ്പോഴത്തേന് തീർന്നിരിക്കുകയാണ്. ഞാനൊന്ന് പൊട്ടിച്ച് മുളക് പൊടി ടിന്നിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അന്നേരം ഇത് എരിവില്ലാത്ത മുളക് പൊടിയാണ് കേട്ടോ. എരിവില്ലാത്ത മുളക് പൊടിയും കളറുള്ള മുളക് പൊടിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇത് നമ്മുടെ അയൽക്കൂട്ട ചേച്ചിമാരുടെ മുളക് പൊടിയാണ് കേട്ടോ. നല്ല മുളക് പൊടിയാണ്. എന്നാൽ ഒരുപാട് എരിവുമില്ല, എന്നാൽ ആവശ്യത്തിന് എരിവുമുണ്ട് കേട്ടോ. ഇപ്പം ഞാനിതിന് ആവശ്യമായ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എല്ലാം ഒരു പാത്രത്തിലോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കറക്റ്റ് അളവിൽ പാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം കുറച്ച് മീനേ ഉള്ളത് കൊണ്ട് ഒരുപാട് പൊടികളുടെ ആവശ്യമില്ലല്ലോ. എന്നിട്ട് ഇതൊന്ന് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. അന്നേരം പുളി ഒന്നെടുത്ത് വെള്ളത്തിലിട്ട് കേട്ടോ. മറന്നുപോയി പുളി വെള്ളത്തിലിടാൻ. കുടംപുളിയാണ് കേട്ടോ. അപ്പം ഞാൻ പുളിയൊക്കെ എടുത്ത് വെള്ളത്തിലിട്ടു. ഇതൊക്കെ നല്ലവണ്ണം മൂത്ത് വന്നപ്പോഴത്തേന് പൊടികൾ ഇട്ട് കൊടുത്തു. അന്നേരം ഇത് ഞാൻ നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ കുരുമുളക് ഒന്ന് ചതച്ചാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പച്ച കുരുമുളക് ഞാനൊന്ന് ചതച്ചിട്ട് ഇതിനകത്തേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. പുളിയൊക്കെ നല്ലവണ്ണം ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈ പുളിവെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുത്ത് ഒന്ന് തിളച്ച് വരുമ്പോൾ മീനോട് ഇട്ട് കൊടുക്കാം. ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അന്നേരം ഈ പച്ച കുരുമുളക് നമുക്ക് അരച്ചും ചേർക്കാം, ചതച്ചും ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് പച്ചക്കുരുമുളക് ചേർത്ത മീൻകറി. അതുപോലെ തന്നെ പച്ചക്കുരുമുളക് നമുക്ക് വറക്കാനായിട്ട് പുരട്ടിയാലും നല്ലതാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണങ്ങി കേട്ടോ. പച്ചക്കുരുമുളക് പറിച്ച് ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ വെച്ചിരുന്നതാണ്. അന്നേരം ഒത്തിരി ഉണക്കൊന്നും ആയിട്ടില്ല. അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ മീൻകറിക്ക്. കാരണം ഇത് ഞാൻ ഇങ്ങനെ ചതച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് തന്നെ ഇട്ട് കൊടുക്കുകയായിരുന്നു കേട്ടോ. അന്നേരം ഒരു പ്രത്യേക ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഉണങ്ങിയ കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നതിൽ ഒരു നല്ല ടേസ്റ്റാണ്. ഈ പച്ച കുരുമുളക് ഇങ്ങനെ ചതച്ചിട്ട് കൊടുക്കുന്നത് കേട്ടോ. നമുക്കിവിടെ കുരുമുളകൊന്നുമില്ല. അന്നേരം നിങ്ങൾക്ക് ഇങ്ങനെ കുരുമുളകൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചതച്ചിട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ മീൻകറിക്കുള്ളതൊക്കെ റെഡിയായി കേട്ടോ. ഇനിയിപ്പം നമ്മുടെ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കണം. എന്നിട്ട് ആ ഗ്രേവിയൊക്കെ ഒന്ന് തിളച്ച് വന്ന സമയത്ത് ഞാൻ മീൻ കഷ്ണങ്ങളും കൂടെ പെറുക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അന്നേരം നമ്മുടെ ഇന്നത്തെ ഉച്ചക്കത്തെ കൂട്ടാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി ചാറ് കറി, മീൻ കറി, പിന്നെ കുറച്ച് മീൻ ഞാൻ ഫ്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അന്നേരം നമ്മുടെ മീൻകറിയല്ല, നമ്മുടെ ചാറുകറി കടുക് താളിച്ചിട്ട് ഞാനത് ഇളക്കിയൊന്നുമില്ല, അടച്ച് വെച്ചിരുന്നു കേട്ടോ. ഇപ്പോഴാണ് തുറന്നത്. അന്നേരം നമ്മളെപ്പോഴും ഈ കറികളൊക്കെ താളിച്ച് കഴിയുമ്പോഴത്തേന് ഒഴിച്ചിട്ട് ഇളക്കരുത് കേട്ടോ. അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് അതൊന്ന് അതിൻ്റെ സ്മെല്ലൊന്നും പോകാതെ ഒന്ന് പാത്രം പൊക്കി ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അന്നേരം നല്ല സൂപ്പറായിട്ട് കറിയൊക്കെ ഇരിക്കും. അന്നേരം നമ്മളിതിന് അരപ്പ് വറക്കാനായിട്ടാണ് പുരട്ടി കൊടുക്കുന്നത് കേട്ടോ. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ കുരുമുളക് ചതച്ചതും കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പും ഒക്കെ നല്ലവണ്ണം ഒന്ന് തിരുമ്മി വെക്കുകയാണ് കേട്ടോ. അന്നേരം നമ്മുടെ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. എൻ്റെ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കുറേ ദിവസമായി കമൻറ്റുകളൊക്കെ വായിച്ചിട്ട് നമ്മൾ വീഡിയോ ഇടാഞ്ഞതുകൊണ്ട് അന്നേരം എൻ്റെ കൂട്ടുകാരെല്ലാവരും അഭിപ്രായങ്ങളൊക്കെ എഴുതണം കേട്ടോ. പിന്നെ നമ്മുടെ പാത്രങ്ങളൊക്കെ ഈ സമയത്ത് എടുത്ത് കഴുകി വെക്കുകയാണ് കേട്ടോ. ഇനിയിപ്പം നമ്മൾ അടുക്കളയിലെ ജോലികളൊക്കെ കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം നമ്മൾ ഉണ്ടാക്കി വെച്ച ലോഷൻ ഇല്ലായിരുന്നോ, അതാണ് ഞാൻ കാണിച്ചത് കേട്ടോ. നല്ല പതയാണ്, നല്ല മണവുമാണ് കേട്ടോ ആ ലിക്വിഡിന്. അന്നേരം പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞ് പിന്നെ എനിക്കിനിയും കുറച്ച് ജോലികളൊക്കെ ഉണ്ട്. ഞാനതൊന്നും വീഡിയോ എടുക്കുന്നില്ല കേട്ടോ. ഇപ്പം തന്നെ നല്ല ലെങ്തായെന്ന് തോന്നുന്നു. കുറേ ദിവസം മുന്നേ എടുത്ത് വെച്ചിരുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അന്നേരം ഇനിയിപ്പോൾ എനിക്ക് തുണി കഴുകുക, പിന്നെ പെരയ്ക്കൊക്കെ ഒന്ന് തൂക്കണം, തുടയ്ക്കണം, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ ഉണ്ട് കേട്ടോ. അന്നേരം എപ്പോഴും നമ്മളിതൊക്കെ കാണിക്കുന്നതല്ലേ. അപ്പം ഇന്നത്തെ നമ്മുടെ ഉച്ച വരെയുള്ള വീഡിയോ ആണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിട്ട് നമ്മുടെ മീൻ ഫ്രൈ ചെയ്യാനായിട്ട് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പം മീനോടെ വറുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളയിലെ പണികളൊക്കെ തീർന്നു. ഇനിയിപ്പം ബാക്കി ജോലികളൊക്കെ കഴിഞ്ഞ് വന്ന് ചോറുണ്ണുക കേട്ടോ. അപ്പം നമ്മുടെ കറിയായിട്ടുണ്ട്.
പിന്നെ നമ്മുടെ മീൻകറി ആയിട്ടുണ്ട്. ഇത് മീൻകറിയൊക്കെ നല്ല വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. കുടംപുളി ഉപ്പും ഒക്കെ പിടിച്ച്. പിന്നെ നമ്മുടെ ഫ്രൈയും ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ടാറ്റാ.